ഹലോ കേറിക്കോ കേറിക്കോ പണ്ട് ഈ കട്ട പൊട്ടിച്ചുള്ള പരിപാടി ഞാൻ വല്ലതും വണ്ടി എടുക്കേണ്ട ആവശ്യമുണ്ടോ അപ്പ ഇങ്ങനെ 2 മിനിറ്റിൽ പോകുന്ന പരിപാടി ഭയങ്കര പ്രശ്നമാണ്. ഗ്യാങ് ഹൗസ് ഇനാഗുറേഷൻ പോസ്റ്റ്പോണ്ട്. ഓക്കെ, പുതിയ ഗ്യാങ് ആണോ ബിസിസിയുടെ? അല്ല, നമ്മുടെ KGF ഇല്ലേ, അവരുടെ സാധനം. വാസവ കേറിയില്ലേ? ഇത് ചിലർക്ക് കയറാൻ പറ്റത്തില്ല. ഇനി BCS ഗ്യാങ് ഹൗസിൽ ഓടാവത്തില്ലെന്നും പറഞ്ഞിട്ട്. ഇതേതാ വണ്ടി? കമ്മട്ടിപ്പാട. അതേതാ KTM? പറയട്ടെ, സിറ്റി കുറച്ച് സ്റ്റേബിൾ ആണോ നോക്ക്, എന്നിട്ട് മതി മറ്റേത് ചെയ്യണം, അല്ലെങ്കിൽ അത് ശോകമാവും. അമ്പത്തൂര് കുറച്ച് കുറച്ചുപേര് ഉറങ്ങാൻ പോയി കാണും. കാന്താരിയാണോ? കാന്താരി എത്ര രൂപ തരും? 400 കാന്താരി 3 കോടി. 3 കോടിയോ? എനിക്ക് കോടി പിടിക്കും. 400 കാന്താരിക്ക് 3 കോടിയാ? അല്ലെ 2 കോടി 20 ലക്ഷം. ഓ, ഭയങ്കര കൂടുതലാ. ഓക്സി എന്റെ കച്ചവടത്തിൽ ഈ കുട്ടിയുടെ കാന്താരി ഉണ്ടേ മേടിക്കായിരുന്നു. സുഖം താരാ, എന്തുണ്ട് വിശേഷം? സുഖമാണോ താര? ഒറ്റയ്ക്ക് കിടക്കുന്ന എങ്ങനെ? നമ്മുടെ കൂട്ടത്തിൽ 6 ലൈനല്ലേ? എങ്കിൽ പിന്നെ ഞങ്ങളുടെ കൂടെ നടന്നോ? ഇനി പിന്നെ ഓർമ്മയില്ലാതെ നമ്മൾ എത്ര കണ്ടത്? നമ്മളൊന്ന് പരിചയപ്പെട്ട ഓർമ്മയില്ലേ? അതെ, അന്നൊരു പ്രോമിസ് ചെയ്തിട്ടുണ്ട്. അതെവിടെ പോയി? അതെന്തായിരുന്നു പ്രോമിസ്? ആരാ മറന്നുപോയില്ലേ? അപ്പൊ ചോദിക്കരുതാ മോളെ, എന്തുവായിരുന്നു? അല്ല, പാട്ട് പാടാമെന്ന് പറഞ്ഞില്ലേ എനിക്ക് വേണ്ടി? അതൊക്കെ ഇഷ്ടം പോലെ സമയം ഉണ്ടായിരുന്നല്ലോ താര, നമുക്ക് എപ്പോഴെല്ലാം പാടിത്തരാമല്ലോ. അതൊക്കെ പാടിത്തരാം. സത്യം പറഞ്ഞു കഴിഞ്ഞാലേ വാസുമോന് പാടാനുള്ളൊരു മടി എന്താന്ന് എനിക്കറിയാം. കാരണം ഇതുവരെ വാസുമോന്റെ പാട്ട് കേട്ട പെൺകുട്ടികൾ എല്ലാരും വാസുമോനോട് പ്രണയത്തിലായതാണ്, മനസ്സിലായോ? അപ്പൊ അത് പേടിച്ചിട്ടാണ് വാസുമോൻ താരക്ക് പാട്ട് പാടാത്തത്, അല്ലേ വാസുമോനെ? ഇങ്ങനെ ഇത്രയൊക്കെ ക്രിഞ്ച് പറഞ്ഞിട്ട് ഇങ്ങനെ എങ്ങനെയാണ് വാസുമോനെ വെറുതെ ആൾക്കാര് പറഞ്ഞുണ്ടാക്കണ ഒരു ഇതല്ലേ താര? വാസുമോന്റെ പിന്നെ ഇനിയും ഇത് അറിഞ്ഞിട്ടും താരക്ക് വാസുമോന്റെ പാട്ട് കേൾക്കണമെന്നാണ് ആഗ്രഹമെങ്കിൽ വാസുമോൻ പാടുമായിരിക്കും, അല്ലേ? കേക്കണം അപ്പു, കേക്കണം. താരക്ക് വാസുമോനോട് പ്രണയം തോന്നി കഴിഞ്ഞാൽ വാസുമോന് നോ പറയാൻ പറ്റില്ല, അത് മനസ്സിലാക്കണം. അത് മനസ്സിലായോ? വാസുവണ്ണോ? അല്ല, വാസുവണ്ണക്ക് പാടാനുണ്ടെങ്കിൽ മാത്രം പാടിയാ മതി. പിന്നെ വാസുവിന് പാടാൻ നമുക്ക് മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി, തെലുഗു. എന്റെ ലാംഗ്വേജ് തെലുഗുവാ, അതുകൊണ്ടാ. തെലുങ്കാ? ഞാൻ മലയാളി അല്ല. ഈ തെലുങ്കിൽ ഏതെങ്കിലും ഒരു നടന്റെ പേര് പറഞ്ഞേ. ഏത് പേര്? നടൻ, സിനിമ നടൻ. അല്ലു അർജുൻ, ചിരഞ്ജീവി, നാഗാർജുന. മതിയോ? ശരിക്കും ഞാൻ മലയാളി അല്ല. എന്റെ മലയാളം കേട്ടിട്ട് മനസ്സിലാവുന്നില്ലേ? മലയാളി അല്ലാതെ എത്ര അടിപൊളിയായിട്ടാണ് മലയാളം പറയുന്നേ. അത് മറ്റേ എവിടെന്നോ പഠിച്ചതാ. ഇതെങ്ങനെ മലയാളം പഠിച്ചിങ്ങനെ? അതെ, പുറത്ത് വേറെ ഒരു ഗെയിമില് പഠിച്ചതാ. ഏത് ഗെയിമിലാ? പബ്ജിയില്. പക്ഷെ ഞാൻ ഇത്ര നാള് വാലറിന്റെ കളിച്ചിട്ട് ഹിന്ദി പഠിച്ചില്ലല്ലോ. ഞാൻ ഹിന്ദി പഠിപ്പിച്ചു തരാലോ, എനിക്ക് ഹിന്ദി അറിയോ. ഹിന്ദി അറിയാലേ? ഹിന്ദി എങ്ങനെ പഠിച്ചപ്പോ? ഹിന്ദി ഞാൻ ഹൈദരാബാദി ആയതുകൊണ്ട് എനിക്ക് ഫ്രം മൈ ചൈൽഡ്ഹുഡ് ഞങ്ങൾ ഹിന്ദി സംസാരിച്ചു. സോ ഹിന്ദി അറിയും, തെലുഗു അറിയും, തമിഴ് അറിയും, മലയാളം അറിയും. വെരി ഗുഡ്. എവിടെ ചെന്നാലും സർവൈവ് ചെയ്യാൻ പറ്റുമല്ലോ. അതെ. That's cool. താങ്ക് യു. ഇത് ബാലിന്റെ ഗേൾഫ്രണ്ട് ആണോടാ? ആണോ ഇപ്പൊ നിങ്ങൾ? ഞങ്ങളിങ്ങനെ സംസാരിച്ചിരിക്കുവായിരുന്നു. ഞാൻ അപ്പുടെ വോയിസ് കേട്ടപ്പോ വന്നതാ. അപ്പുവിന്റെ വോയിസാ?
അപ്പാ അതെ വാസുവണ്ണൻ ഞാനൊരു കാര്യം പറയട്ടെ. പറഞ്ഞു സീക്രട്ടാ. ഇങ്ങട്ടാ. ബാല ഐ എം സോറിടാ. അതെ ഒരാള് പറഞ്ഞു അപ്പാപ്പൻ എന്റെ അച്ഛനാണെന്ന്. പിന്നെ ജോണി മാമനും പറഞ്ഞു അപ്പാപ്പൻ എന്റെ അച്ഛനാണെന്ന്. പക്ഷെ അപ്പാപ്പൻ പറയുന്നു എന്താ പറ്റി? ഒന്നുമില്ല. അപ്പൊ ഒരു ചെറിയൊരു പേഴ്സണൽ. സോറി മൈ ബാഡ്. ഇവിടെ എല്ലാം ക്യാമറ ഉണ്ടേ. പിന്നെ അപ്പാപ്പൻ പറഞ്ഞു ജോമാമനാണ് എന്റെ അച്ഛനാണെന്ന്. എന്റെ അച്ഛൻ ആരെന്ന് കണ്ടുപിടിക്കുന്നു വാസവനാണ്. ഞാനൊരു കാര്യം പറയട്ടെ കുട്ടി, ഞാനൊരു അനാഥനാ. എനിക്ക് അച്ഛനില്ല, ആണോ? അമ്മയില്ല. ആരാന്ന് പോലും അറിഞ്ഞൂടാ. എന്റെ അമ്മനോട് പറയട്ടെ ഞാനിത്. എന്തിന്? അല്ല നിങ്ങൾക്ക് അമ്മയില്ലെന്ന്. എന്റെ അമ്മ എല്ലാവർക്കും അമ്മയുണ്ട്. അമ്മയാണോ? അയ്യോ അല്ലാതെ കുഴപ്പമില്ല. ഞാൻ പറയണെന്ന് വെച്ചാ എനിക്ക് അച്ഛനില്ല, അമ്മയില്ല. എനിക്ക് ഇവരെ പറ്റി ആരും അറിയുന്നില്ല. പക്ഷെ എനിക്ക് വളർന്നു വരാനും എന്റെ ഈ സാമ്രാജ്യം കെട്ടിപ്പൊക്കാനും ഒന്നും ആരുടെ ഒരു കുറവായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഞാൻ ഒറ്റയ്ക്ക് സർവൈവ് ചെയ്യുന്നില്ല. ഇതൊക്കെ നമ്മൾ അന്വേഷിച്ചു പോയാലാണ് പ്രശ്നം. മനസ്സിലായ? ഇതിപ്പോ ഞാൻ ഇപ്പൊ എക്സാമ്പിൾ പറയാം. ഇപ്പൊ പോയി തിരക്കിയിട്ട് അപ്പാപ്പനാണ് കുട്ടിയുടെ അച്ഛനെന്ന് വിചാരിച്ചോ. ഇതൊക്കെ തിരക്കി പോയി അപ്പാപ്പനാണെന്ന് പ്രൂവ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുട്ടിയുടെ മനസ്സിലാ വിഷമം വരൂലേ? ഇത്രയും നാളെ ഒരു മോളുണ്ടായിട്ടും അങ്ങേര് തിരക്കി വന്നില്ല. അപ്പോഴത്തെ ദേഷ്യവും. ഇപ്പൊ അപ്പാപ്പനോട് ഒരു ഹെൽത്തി റിലേഷൻഷിപ്പ് ഇല്ലേ? അത് അങ്ങനെ തന്നെ പോട്ടെ. കുട്ടിയുടെ അമ്മയുടെ പേരെന്താ? ബൈ ദ വേ സുമതി അമ്മ. ശരി എന്നാ. എന്ത് പറ്റി? അമ്മയുടെ പേര് പറഞ്ഞപ്പോ തന്നെ എല്ലാരും ഓടിപ്പോകുന്നുണ്ട്. അമ്മയുടെ അടുത്ത് എന്നെ പറ്റി പറഞ്ഞാലേ ആദ്യം ഉണ്ടല്ലോ, ആദ്യം ഒരു കാക്കിച്ച് തുപ്പും. അവരുടെ തന്നെ പേരൊന്ന് പറഞ്ഞു നോക്കിക്കോ. ഇൻ കേസ് സുമതി അമ്മായി ആണ് അമ്മയെന്നുണ്ടെങ്കിൽ അച്ഛൻ അത് തന്നെയായിരിക്കും. ഇപ്പൊ എനിക്ക് സംശയമില്ല. അത് കറക്റ്റ് ആയിരിക്കും കേട്ടാ. ശരിയല്ലേ ഈ പെണ്ണിന്? പേടി അവള് കേട്ടിട്ട്. ഇത് സുമതി അമ്മയുടെ അടുത്ത് നമ്മൾ തമ്മിൽ സംസാരിച്ച കാര്യം, പരിചയപ്പെട്ട കാര്യം ഒന്നും പറയാതിരിക്കുന്നതാണ് എന്തുകൊണ്ടും ഉചിതം. അതെ ഉറപ്പായിട്ടും. പിന്നെ അതൊരു പറയത്തില്ല. അത് വലിയ പ്രശ്നങ്ങളിലേക്കൊക്കെ ആവും. പറയത്തില്ല. ബൈ ദ വേ കുട്ടി സിംഗിൾ ആണോ? ഞാനോ? സിംഗിൾ അല്ല, റീസെന്റ്ലി കമ്മിറ്റ് ആയതാ. ആണല്ലേ? ആരാണ് കമ്മിറ്റ് ആയത്? അതെ, നിങ്ങളുടെ ഫാമിലിന്ന് ഒരാള്. അതാര്? ബാലൻ. ഞാനൊരു കാര്യം ചോദിക്കട്ടെ? ഈ ബാലൻ എന്ന് പറഞ്ഞപ്പോ എല്ലാരും എന്താ ഇങ്ങനെ പറയുന്നേ? ബാലൻ ലൈക് ആൽക്കോളിക് ആണ്, അതാണ് ഇതാണെന്ന് എന്തിനാ അങ്ങനെ പറയുന്നത്? മനസ്സിലാക്കാൻ നോക്കിയതാണ് കുട്ടി. ഞാൻ അതേപറ്റി സംസാരിച്ച് ചിലപ്പം ബാഡാവും. എനിക്ക് അത് അവനും ചിലപ്പോ അത് ഇഷ്ടപ്പെടില്ല. അതുകൊണ്ടാണ് ഞാൻ ഒത്തിരി ഉപദേശിച്ച് നോക്കിയതാണ്. അവനതില്ലാതെ പറ്റൂല. അപ്പൊ പിന്നെ കളർ മാറ്റുന്ന അറിയോ? സ്ക്രീനിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയി. ഇന്നലെ കണ്ട മുച്ചിരി അത് മുച്ചിരി. നിന്റെ തൊണ്ടയിൽ ആംപ്ലിഫയറാ? അര കിലോമീറ്റർ അപ്പുറത്ത് നിന്നത് ഞാൻ കേട്ടു നിന്റെ ശബ്ദം. ഇപ്പൊ കുറഞ്ഞിട്ടില്ല. ഇപ്പൊ ഒരു ഇടത്തരം. അപ്പോ ഞാൻ മിസ് ചെയ്യുന്നുണ്ടോ? അത് നിങ്ങളാണെന്ന് പറഞ്ഞു. ഈ പ്രായത്തിലൊക്കെ ഇതൊക്കെ വലിച്ച് ചങ്കും കൂമ്പൊന്നും കളയല്ലേ മുച്ചിറി? ജുഗർ പറഞ്ഞു എന്റെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് സ്ക്രീൻ മാറുന്നിങ്ങനെ. ഇപ്പൊ ഓൻ പറഞ്ഞു വെളിച്ചാ മതി. ഓൻ പറഞ്ഞു കൊറേ വെളിച്ച പോകുന്നേ. നീ അല്ലാതെ അവൻ പറയണ ആരെങ്കിലും വിശ്വസിക്കോ? എന്തെങ്കിലും പറഞ്ഞാൽ രീതിയിൽ വലിച്ചാ മതി എന്ന് പറഞ്ഞാണ്. മനസ്സിലായോ? കുറച്ച് കഴിയുമ്പോ എഫക്ട് പോകും. ഒരു അരമണിക്കൂർ അരമണിക്കൂറാ കൊറേ വലിച്ചേറ്റിയില്ലേ? അപ്പൊ അത്ര എഫക്ട്.